ഹോർമുസ് പ്രധാന യുദ്ധക്കളമായി മാറുന്ന സാഹചര്യത്തിൽ ഇന്ത്യ തിരക്കിട്ട നീക്കം ആരംഭിച്ചു. ഇന്ത്യയുടെ 13 കപ്പലുകളാണ് ഈ ഹോർമുസ് കടലിടുക്കിൽ ഇപ്പോൾ നിലവിലുള്ളത്. ഒരു LPG ടാങ്കർ, 5 ക്രൂഡ് ഓയിൽ ടാങ്കറുകൾ, 3 കണ്ടെയ്നർ ഷിപ്പുകൾ, 2 ബൾക്ക് കാരിയറുകൾ, ഒരു ഈ ഡ്രഡ്ജർ എന്നിവ അടങ്ങിയ 13 ഷിപ്പുകളാണ് ഇപ്പോൾ ഈ ഹോർമുസിലുള്ളത്. അവയെ തിരികെ എത്തിക്കാനുള്ള നീക്കമാണ്. ഒപ്പം തന്നെ നമ്മളുടെ വിദേശകാര്യ മന്ത്രാലയം ഒരു മുന്നറിയിപ്പ് നൽകുന്നു. ഇറാനിലേക്ക് ഇപ്പോൾ ആരും യാത്ര ചെയ്യരുത്. പകരം ഇറാനിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരുണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് എംബസിയുമായി ബന്ധപ്പെട്ട് തിരികെ എത്തണം. ഈ കപ്പലുകൾ തിരികെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഷിപ്പിംഗ് ജലപാത മന്ത്രാലയത്തിന്റെ ഡയറക്ടറേറ്റുകൾ സംയുക്തമായിട്ടാണ് ഇപ്പോൾ മുൻപോട്ട് പോകുന്നത്. അവർ പറയുന്നത് തങ്ങൾ നിരന്തരം ഈ കപ്പലിലുള്ളവരുടെ ബന്ധുക്കളുമായും ബന്ധപ്പെടുന്നുണ്ട്. കപ്പലുകൾ സുഗമമായി ഇവിടെ എത്തിക്കാൻ കഴിയും എന്നാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും പുതിയൊരു പ്രസ്താവന വന്നിരിക്കുന്നത്. കാരണം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ പോലും ഇന്ത്യൻ ഷിപ്പുകൾ സുഗമമായി തന്നെ ഇന്ത്യയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം വന്നു. കഴിഞ്ഞ ദിവസം നമ്മളുടെ വിദേശകാര്യ മന്ത്രാലയമൊക്കെ അതിനെക്കുറിച്ച് പ്രസ്താവന നടത്തി. അതിന്റെ രഹസ്യം മാത്രം അവർ പുറത്ത് പറഞ്ഞിരുന്നില്ല എന്നേ ഉള്ളൂ. ഇന്ത്യ പറയുന്നത് ഭയക്കാനൊന്നുമില്ല, പക്ഷേ ഈ കപ്പലുകൾ എത്രയും പെട്ടെന്ന് പുറത്ത് എത്തിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഹോർമുസ് ഒരു പ്രധാന യുദ്ധമുഖമായി മാറുകയാണ് എങ്കിൽ ഈ കപ്പലിന് സുരക്ഷ നൽകാൻ കഴിയില്ല. അത്തരത്തിലൊരു നീക്കമുണ്ട്. തങ്ങൾ എല്ലാവരുമായി നല്ല ബന്ധത്തിലാണ് എന്ന് കൂടി വിദേശകാര്യ മന്ത്രാലയം പറയുന്നു. ഏതായാലും ഈ കപ്പലുകൾ ഉടൻ എത്തിക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ ശ്രദ്ധ പോകുന്നത് ഇനി ഈ 13 കപ്പലും അതിലുള്ള ഇന്ത്യക്കാരെ കുറിച്ചായിരിക്കും. ന്യൂസ് ഡെസ്ക്.